മിനസോട്ട വെസ്റ്റേൺ കമ്മ്യൂണിറ്റി ആൻഡ് ടെക്നിക്കൽ കോളേജിൽ നിന്നും തന്റെ പഠനം പൂർത്തിയാക്കി ആ പാർട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ ഒരു യുവാവിന്റെ കഥ. അന്ന് 19 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ബ്രാൻഡൻ സ്വാൻസൺ എന്ന യുവാവ് തന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ ഒരു കാറ് ചെറിയ ഒരു കുഴിയിലേക്ക് ഒന്ന് ചെരിയുന്നു. ഉടനെ തന്നെ വീട്ടിലേക്ക് കോൾ ചെയ്ത് എന്റെ കാറ് ഈ കുഴിയിലേക്കൊന്ന് വീണിട്ടുണ്ട്, എനിക്ക് പരിക്കുകളൊന്നുമില്ല, കാറ് ചെറുതായിട്ടൊന്ന് റോഡിൽ നിന്ന് തെന്നിയിട്ടേ ഉള്ളൂ, എന്നെ വന്ന് ഒന്ന് പിക്ക് ചെയ്യണം എന്ന് വീട്ടിലെ രക്ഷിതാക്കളോട് ആവശ്യപ്പെടുന്നു. അതിന് പ്രകാരം രക്ഷിതാക്കൾ അപ്പോൾ തന്നെ ആ കാറുമായിട്ട് ആ യുവാവിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ലിൻഡ് എന്ന തൊട്ടടുത്ത ഒരു സ്ഥലമാണ് എന്നാണ് ആ യുവാവ് പറഞ്ഞത്. ഉടനെ തന്നെ ഫോണ്, നീ ഒരു കാര്യം ചെയ്തോ, അവിടെ തന്നെ നിന്നോ, ഞാൻ ഉടനെ തന്നെ എത്താം എന്നാണ് ആ യുവാവിന്റെ പിതാവ് അപ്പോൾ തന്നെ. കാറുമായി ആ സ്ഥലത്തെത്തി കാറിന്റെ ലൈറ്റ് ഡിമ്മും ബ്രൈറ്റുമാക്കി നോക്കിയപ്പോൾ എനിക്ക് കാണുന്നില്ല, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ ആ യുവാവും അതുപോലെ തന്നെ ആവർത്തിക്കും. എന്നാൽ ഈ കാറിന്റെ ലൈറ്റ് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങട്ടെ എന്ന് ഫോണിൽ പറഞ്ഞുകൊണ്ട് ആ ഫോണിൽ പിന്നീട് 47 മിനിറ്റ് നേരം ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം ഒരു വാക്ക് മാത്രം പറഞ്ഞ് ആ യുവാവ് അപ്രത്യക്ഷനായി. ഓ ഷിറ്റ് എന്നാണ് അവസാനം പറഞ്ഞ വാക്ക്. പിന്നീട് ആ യുവാവിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. ഫോൺ പെട്ടെന്ന് അങ്ങ് കട്ടായി. ഈ എന്ത് ചെയ്യണം എന്നറിയാതെ ചിലപ്പോൾ ഫോൺ കട്ടായതായിരിക്കാം എന്ന് വിചാരിച്ച് രക്ഷിതാക്കൾ വീണ്ടും വീണ്ടും മാറി മാറി ഈ യുവാവിനെ കോണ്ടാക്ട് ചെയ്തു. അപ്പോഴെല്ലാം നോട്ട് റീച്ചബിൾ ആണ്. എന്തായാലും ഉടനെ തന്നെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലെത്തി കാര്യം റിപ്പോർട്ട് ചെയ്തു. പോലീസ് എത്തി അവിടെയെല്ലാം തിരയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ലിൻഡ് എന്ന നഗരത്തിലല്ല ഈ യുവാവ് വിട്ടിരിക്കുന്നത്, അതിനും അപ്പുറത്തുള്ള വേറൊരു സ്ഥലത്താണ്. എന്തായാലും പോലീസ് അവിടെയെല്ലാം അരിച്ചു പെറുക്കുന്നു. ഈ യുവാവിന്റെ മൊബൈൽ ഡാറ്റകൾ പരിശോധിക്കുമ്പോൾ അത് ഈ 47 മിനിറ്റ് കഴിഞ്ഞ് ഒരു നദിയുടെ തീരത്താണ് ചെന്ന് അവസാനിക്കുന്നത്, യെല്ലോ മെഡിസിൻ റിവർ എന്ന നദിയുടെ തീരത്ത്. പക്ഷേ ആ നദിയിലും ഇനി എങ്ങാനും പെട്ടുപോയിട്ടുണ്ടാകുമെന്ന് കരുതി വളരെ വിപുലമായ തിരച്ചിൽ തന്നെ ആരംഭിക്കും. എന്നാൽ അവിടെയൊന്നും ഈ യുവാവിന്റെ യാതൊരുവിധ ബോഡിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാന്നിധ്യമോ കണ്ടെത്താൻ ഈ പോലീസിന് സാധിക്കുന്നില്ല. ഇന്നും പോലീസിനെ കുഴക്കുന്ന, ഇന്നും ജനങ്ങളെ കുഴക്കുന്ന, എന്ത് സംഭവിച്ചു എന്നറിയാത്ത ഒരു യുവാവിന്റെ കഥ. ഇപ്പൊ ആ നദിയിൽ വീണ് അദ്ദേഹം മരിച്ചിട്ടുണ്ടാകും എന്നാണ്. ചിലർ പറയുന്നത് ആ വയലോരങ്ങളിൽ എവിടെയെങ്കിലും ചളിയിൽ പൂണ്ടുപോയിരിക്കാം എന്നുമാണ്. എന്ന് അറിയാത്ത, ഇപ്പോഴും എവിടെയാണ് ആ വ്യക്തി, ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് തിരിച്ചറിയാത്ത ഒരു കഥയുടെ ആരംഭമാണ്. നിങ്ങൾ തീരുമാനിക്കൂ, എന്തായിരിക്കും അയാൾക്ക് സംഭവിച്ചത്. കമന്റ് ചെയ്യൂ. മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.